സഹോദരങ്ങളെ, സഹോദരികളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്ത് നമ്മുടെ സമ്പാദ്യമല്ല. ഭൂമി ലോകത്തൊരു മനുഷ്യന്റെ ജീവിതത്തിലെ സമാധാനം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന വീടുകളോ സുഖങ്ങളോ സൗകര്യങ്ങളോ അല്ല. ഈ ഭൂമിയിൽ എത്ര നല്ല സൗകര്യങ്ങളും സുഖങ്ങളും ഒരു മനുഷ്യനുണ്ടെങ്കിലും ആ സുഖങ്ങളും സൗകര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ത്യജിച്ചുകൊണ്ട് മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകേണ്ടവരാണ് മനുഷ്യർ. ആ യാത്രയിൽ നിന്ന് ലോകത്ത് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന കാര്യം നമുക്കറിയാം. ലോകത്ത് പഴയ കാലത്ത് ഒരുപാട് ആളുകൾ നമുക്ക് ഓർമ്മയുള്ളവർ ജീവിച്ചിരുന്നു. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ചിരുന്നു. മഹാനായ ശംസുൽ മഈക ഉസ്താദ് നവ്വറല്ലാഹു മർകദ, അല്ലാഹു ആഖിറം വെളിച്ചമാക്കി കൊടുക്കട്ടെ, നമുക്കിടയിൽ ജീവിച്ച മഹാനാണെങ്കിൽ മഹാനായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർകദ നമുക്കിടയിൽ ജീവിച്ചിരുന്നു എങ്കിൽ, അതുപോലെ മഹാരഥന്മാരായ നമുക്കറിവുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, ആലിമീങ്ങൾ, സയ്യിദന്മാര്, മഹാന്മാര്, മഹത്തുക്കളൊക്കെ ഒരുപാട് ആളുകൾ നമുക്കിടയിൽ സന്തോഷത്തോടുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് അവരൊക്കെ എവിടെയാണെന്നുള്ള ചോദ്യത്തിന്റെ മറുപടി സഹോദരങ്ങളെ, സഹോദരികളെ, പാവങ്ങളായി നമ്മളോട് വിട പറഞ്ഞ് അവരെല്ലാവരും മറ്റൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുകയാണ്. നാം അറിയുന്ന നമ്മുടെ നാട്ടിലുള്ള ശ്മശാനത്തിലേക്ക് നമ്മൾ നോക്കിയാൽ ആ ശ്മശാനത്തിൽ ഒരുപാട് മീസാങ്കല്ലുകൾ നമ്മൾ കാണുന്നു. ആരാണ് ആ മീസാങ്കല്ലിന്റെ താഴെ കിടക്കുന്നത് എന്നറിയുമോ സഹോദരങ്ങളെ? ഇതേ പ്രകാരം മതപ്രഭാഷണ വേദികളെ സംബന്ധിച്ചിരുന്നവർ, ഇതേ പ്രകാരം പ്രഭാഷണ വേദികളിലും ഹൈറായ കാര്യങ്ങളിലും ഒരുമിച്ച് കൂടിയിരുന്ന എത്രയോ സഹോദരങ്ങൾ, സഹോദരിമാർ അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് പാത്രീഭൂതരായി നമ്മുടെ നാട്ടിലുള്ള ശ്മശാനത്തിൽ ശാന്തമായി ഉറങ്ങുകയാണ്. അവരെല്ലാവരും ലോകത്തോട് വിട പറഞ്ഞ് യാത്രയാകുമ്പോ അവരൊക്കെ പാവങ്ങളായ നമുക്ക് നൽകുന്ന സന്ദേശം, ഇന്ന് ഞാനാണ് ലോകത്തോട് വിട പറയുന്നതെങ്കിൽ നാളെ നിങ്ങളാണ് ഈ ലോകത്തോട് വിട പറയുന്നത് എന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് പാവങ്ങളായ നമ്മളോട് നമ്മുടെ മുൻഗാമികളൊക്കെ വിട പറഞ്ഞത്. ഈ റജബ് മാസം കടന്നു വരുമ്പോൾ, അതായത് റബീഉൽ ആഖിർ പര്യാവസാനിക്കുമ്പോൾ, റജബ് മാസത്തിലെ നമ്മൾ പാതയൂന്നുമ്പോൾ, കഴിഞ്ഞ റജബ് മാസം നമ്മളെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, നമ്മളെ കൂടെയുണ്ടായിരുന്ന എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാർ പാവങ്ങളായ നമ്മളെ കൂടെ ഇന്നില്ല എന്ന കാര്യം ഞാനും നിങ്ങളും ആലോചിക്കുക. എവിടെയാണ് അവരൊക്കെ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ വിളിക്ക് വിധേയരായി അവര് ശ്മശാനത്തിലേക്ക് യാത്രയായവരാണ്. അതിൽ ചെറുക്കുള്ള ചെറുപ്പക്കാരുണ്ട്, ആരോഗ്യമുള്ള യുവതികളുണ്ട്, അതേ പ്രകാരം പണക്കാരുണ്ട്, പാവങ്ങളുണ്ട്, മുതലാളിയുണ്ട്, തൊഴിലാളിയുണ്ട്, കുബേരനുണ്ട്, കുചേരനുണ്ട്, വലിയവരുണ്ട്, ചെറിയവരുണ്ട്. ആർക്കാണ് ഖാലിഖായ റബ്ബ് അവരെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ച സമയം അവരെ അള്ളാഹു തിരിച്ചു വിളിച്ചു പോയി. ഞാൻ പറയുന്നത് എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, ഖാലിഖായ റബ്ബ് ഏത് സമയത്താണ് പാവങ്ങളായ നമ്മളെ തിരിച്ചു വിളിക്കാൻ സമയം നിശ്ചയിച്ചത് ആ സമയത്ത് പോകേണ്ടവരാണ് മനുഷ്യന്മാർ. അതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്കാർക്കും സാധ്യമല്ല. മുകളിലോട്ട് വിട്ട ശ്വാസം താഴോട്ട് വന്നില്ലെങ്കിൽ, താഴോട്ട് വിട്ട ശ്വാസം മുകളിലോട്ട് വന്നില്ലെങ്കിൽ മനുഷ്യന്റെ പേര് മയ്യത്താണ്, മയ്യത്താണ്. മയ്യത്തെന്ന് പറയുന്ന പേര് വരലോട് കൂടെ പല പേരിൽ അറിയപ്പെട്ട് നിന്നുടെ കീർത്തി പദവി മഹത്വങ്ങൾക്കും അന്ത്യം ചാർത്തി. മാതാവേ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ ഉമ്മ എന്ന് വിളിച്ചിരുന്ന മക്കളില്ലേ, ഉമ്മ നമ്മളെ കണ്ണടച്ച് കഫംപുടകൾ പൊതിയുമ്പോ, അതല്ലെങ്കിൽ നമ്മളെ ബെഡിൽ നിന്ന് ഇറക്കിയിട്ട് വെറും ഒരു കട്ടിൽ കിടത്തുന്ന സമയം വരുമ്പോ, പിന്നെ ഇന്നലെ വരെ ഉമ്മ എന്ന് വിളിച്ച മക്കൾ ചോദിക്കുന്നത് എപ്പോഴാണ് മയ്യത്തെടുക്കുക, എപ്പോഴാണ് എന്റെ ഉമ്മാനെ കൊണ്ടുപോവുക എന്ന മക്കൾ ചോദിക്കില്ല. എപ്പോഴാണ് എന്റെ ഉപ്പാനെ കൊണ്ടുപോവുക എന്ന് മക്കൾ ചോദിക്കില്ല. എപ്പോഴാണ് എന്റെ ഭർത്താവിനെ കൊണ്ടുപോവുക ഭാര്യ ചോദിക്കില്ല. എപ്പോഴാണ് എന്റെ ഭാര്യയെ കൊണ്ടുപോവുക ഭർത്താവ് ചോദിക്കില്ല. എല്ലാവരും ചോദിക്കുന്നത് എപ്പോഴാണ് മയ്യത്തെടുക്കുന്നത്, എപ്പോഴാണ് മയ്യത്തെടുക്കുക, എപ്പോഴാണ് മയ്യത്തെടുക്കുക. അതാണ് പറയുന്നത്, പല പേരിൽ അറിയപ്പെട്ട് നിന്നുടെ കീർത്തി പദവി മഹത്വങ്ങൾക്കും അന്ത്യം ചാർത്തി. പകരം വിളി മയ്യത്ത് മാത്രം ചേർത്തി. പറയുന്നു റബ്ബ് തടഞ്ഞിടട്ടെ പിശാചിനെ.
ലോകത്ത് എത്ര വലിയവനാണെങ്കിലോ ഈ ഒരു അവസ്ഥ നിഷേധിക്കാൻ നമുക്ക് കഴിയില്ല. അതായത് ഈ ഭൂമിയിൽ നിന്നൊരു യാത്ര നിഷേധിക്കാൻ ഇലാഹില്ലെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകാം, നിരീശ്വരവാദികള്, അള്ളാഹു ഇല്ലെന്ന് പറയുന്നവരുണ്ടാകാം, യുക്തിവാദികള്, ഇങ്ങനെ പലവിധേന ദൈവമില്ലെന്ന് വാദിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഈ ലോകത്തോടുള്ളൊരു യാത്രയില്ലെന്ന് പറയാ ഇന്ന് വരെ ലോകത്ത് ഒരാളും കടന്നു വന്നിട്ടില്ല. എങ്കിൽ എന്റെ ഉമ്മമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിന്റെ പ്രവാചകര്, ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ലോകത്തെ പഠിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ലോകത്തോട് വിട പറയുമ്പോ ഈമാനോട് കൂടെ കണ്ണടക്കാ ബുദ്ധിമാൻ അവർക്കാണ് തന്റെ ഇടമുള്ളവരെന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറം രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. നമ്മൾ വിദേശത്ത് പോയി എന്ന് സങ്കല്പിക്കുക. ഒരാള് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഗൾഫുകാര് അവിടെ പോയി വീടെടുക്കാറുണ്ടോ? ഏതെങ്കിലും ഗൾഫുകാര് അവിടെ പോയ സ്ഥലം വാങ്ങാറുണ്ടോ? ആരും അവിടെ സ്ഥലം വാങ്ങാറില്ല, ആരും അവിടെ സ്വന്തമായി വീടെടുക്കാറില്ല. പിന്നെയോ താൽക്കാലികമായി ഫാമിലി താമസിക്കുന്നെങ്കിൽ വാടകയ്ക്ക് വീടെടുക്കാറുണ്ട്, സൗകര്യത്തിന് എന്നല്ലാതെ. ആരും അവിടെ വീടെടുക്കാറില്ലല്ലോ, ആരും അവിടെ സ്ഥലം വാങ്ങാറില്ലല്ലോ, ആരും അവിടെ സുന്ദരമായ ജീവിതം സ്ഥാപിക്കാൻ ശ്രമിക്കാറില്ല. എന്താണ് വിദേശത്ത് പോയ ഒരു മനുഷ്യൻ അവിടെ വീട് വാങ്ങാത്തത്? എന്താ വിദേശത്ത് പോയ ഒരാള് അവിടെ സ്ഥലം വാങ്ങാത്തത്? അവന്റെ മനസ്സിലുള്ള ചിന്ത, ഇതെന്റെ നാടല്ല, എന്റെ നാട് അങ്ങകലെയാണ്, അവിടെ എന്റെ കുടുംബമുണ്ട്, നാട്ടുകാരുണ്ട്, അവിടെ നിന്നാണ് ഞാൻ ഗൾഫിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് വീട് വേണ്ടത് എന്റെ നാട്ടിലാ, എനിക്ക് വീട് വേണ്ടത് എന്റെ കുടുംബമുള്ളിടത്താണ്. അതുകൊണ്ട് സ്ഥലം വാങ്ങേണ്ടത് അവിടെ, വീടെടുക്കേണ്ടത് അവിടെ, സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അവിടെയാ. പിന്നെ എന്തിന് മനുഷ്യൻ ഗൾഫിലേക്ക് വന്നെന്ന ചോദ്യത്തിന്റെ മറുപടി, നാട്ടിൽ വീടും സുഖകരമായ ജീവിതത്തിനുള്ള വിഭവങ്ങൾ ഒരുക്കാനാണ് ഒരു മനുഷ്യൻ വിദേശത്ത് വരുന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, ഞാനും നിങ്ങളെ ദുനിയാവിലെ വിദേശിയാ. നിങ്ങൾ ഈ ഭൂമി ലോകത്തൊരു വിദേശിയാവണം, വിദേശിയാവണം. എപ്പോഴാ നമ്മളെ തിരിച്ചു കൊണ്ടുപോകേണ്ട സമയം വരിക? ആ സമയത്ത് തിരിച്ചു പോകേണ്ടവനാണ് മനുഷ്യന്മാർ. അല്ലാതെ താൽക്കാലികമായി ജീവിക്കുന്ന ദുനിയാവില് സൗകര്യമൊരുക്കേണ്ടവൻ അല്ല മനുഷ്യര്. എന്നും താമസിക്കേണ്ട, യാത്ര പോകേണ്ട നമ്മളെ തറവാടുണ്ടല്ലോ, മറ്റൊരു ലോകം, അവിടെ വിജയിക്കാൻ വിഭവങ്ങൾ ഒരുക്കേണ്ടവരാണ് ബുദ്ധിമാന്മാർ. അദ്ദുന്യാ മസ്റഅത്തുൽ ലിൽ ആഖിറ, ഇത് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണെന്ന് ലോകത്തിന്റെ കരളെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്ക സ്വലാത്തല്ലേ മുഹമ്മദ് മുസ്തഫ. മക്കളെ ഒന്നുച്ചത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി. ഈ ദുനിയാവെന്ന് പറയുന്നത് പോകാനുള്ള, ലോകത്തെ വിഭവങ്ങൾ ഒരുക്കാനുള്ള സ്ഥലമാണ്. ഇവിടുത്തെ സുഖം എപ്പോഴാണ് അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല ഉമ്മമാരെ. ഇവിടുത്തെ സന്തോഷം എപ്പോഴാണ് അവസാനിക്കുക എന്ന് പറയാൻ കഴിയില്ല. പാവങ്ങളായ നമ്മളെ കിടന്നുറങ്ങുമ്പോ നേരം വെളുക്കുന്ന സമയത്തൊരു മനുഷ്യന്റെ വയറിന് പെട്ടെന്നൊരു വേദന തോന്നുകയാ. അവന്റെ വയറിനൊരു വേദന എന്തെന്ന് പരിശോധന നടത്തിയ അവസാനം ഡോക്ടർമാര് വയറ്റിന്റെ ഉള്ളിലെ മുഴയാണെന്ന് വിധി എഴുതിയാൽ പിന്നെ ഭൂമി ലോകത്ത് സമാധാനമില്ല. പിന്നെ അവൻ കിടന്നുറങ്ങാൻ, ഒരു ദിവസം കിടന്നുറങ്ങാൻ കാണുന്നവരോട് ദുആ ചെയ്യാൻ പറയുകയാ. ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്ന് എനിക്കൊന്ന് ഉറക്കം കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് ഉസ്താദന്മാരോട് പറയും പോലെ ഡോക്ടർമാരെടുത്ത മരുന്ന് കുടിച്ച് ഉറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അവന്റെ ജീവിതം മാറുകയാണ്. ഖാലിഖായ റബ്ബ് ഒരു ചെറിയ പരീക്ഷണം തന്നാൽ കോടിക്കണക്കിന് കയ്യിലുള്ള മനുഷ്യ, ഈ ഭൂമിയിലെ സമാധാനം അവസാനിച്ചു പോയി. ഞാൻ ഓർക്കുകയാണ്, ഒരു സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട് കട്ടില് വെക്കൽ കർമ്മത്തിന് ഞാൻ പോയപ്പോ ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ അയൽവാസിയായ ഒരു സുഹൃത്ത് അവിടെ കയറി വന്നു. ആ സഹോദരൻ കണ്ടാൽ നല്ല ആരോഗ്യമുള്ള ഒരു മധ്യവയസ്കനായ ഒരു സഹോദരനാണ്. ആ സഹോദരന്റെ അടുത്ത് വന്നിരുന്ന് അദ്ദേഹം വന്ന സലാം പറഞ്ഞതുപോലുമില്ല.
അയാൾ എന്നോടൊന്ന് സലാം പറഞ്ഞത് പോലുമില്ല. ഞാൻ കരുതി എന്താകും ഇയാള് സലാം പറയാത്തത്. ഏതായാലും ഞാൻ ചായ കുടിക്കാൻ അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹത്തിന്റെ കഴുത്തിൽ ഒരു തോർത്തമുണ്ടുണ്ട്. ആ തോർത്തമുണ്ട് കെട്ടഴിച്ചു ആ സഹോദരൻ. തോർത്തമുണ്ടഴിച്ചിട്ട് കഴുത്തിന്റെ ഉള്ളിൽ തൂക്കിയിട്ടവര് പൈപ്പെടുത്തിരിക്കെ കാണിച്ചു തന്ന ഒന്നും സംസാരിച്ചില്ല. അപ്പൊ ആ വീട്ടുകാരൻ എന്നോട് പറഞ്ഞ ഉസ്താദേ, ഇയാൾ അറിയുമോ, ഗൾഫുകാരനാ. ആദ്യം ഒരു ചെറിയ തൊണ്ടവേദനയാണ് തുടങ്ങിയത്, പിന്നെ ശബ്ദം പോയി. ഡോക്ടർമാര് പരിശോധിച്ച് അവസാനം ക്യാൻസർ ആണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇതാ തൊണ്ടയ്ക്ക് ഹോൾസ് ഉണ്ടാക്കി തൊണ്ടയിലൂടെ പൈപ്പിട്ടിട്ട് അതിലൂടെയാണ് ഭക്ഷണം കഴിക്കാ എന്ന് പറയുമ്പോ സഹോദരങ്ങളെ, ഈ ഭൂമി ലോകത്തെ സമാധാനം ഒരാൾക്കുമില്ല. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി കടന്നു വന്നാലോ, ഏത് പ്രയാസങ്ങൾ കടന്നു വന്നാലോ, ഈ ഭൂമി ലോകത്തെ മനസ്സിൽ നിന്ന് സമാധാനം പോകാത്തൊരു ജീവിതം പറഞ്ഞു തരട്ടെ ഞാൻ. മുഖത്തുനിന്ന് പുഞ്ചിരി പോകൂല, മനസ്സിൽ നിന്ന് വിശ്വാസത്തിലേക്ക് ദുഃഖം കടന്നു വരൂല. അങ്ങനത്തെ ഒരു ജീവിതമുണ്ട്. അത് ഏതാണെന്നറിയുമോ? പോകാനുള്ള ലോകം രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹുവിന്റെ പൊരുത്തത്തിലുള്ള ജീവിതമാ, റബ്ബിനെ മറക്കാത്ത ജീവിതമാ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനസ്സിന് സമാധാനം കിട്ടണോ? അള്ളാന്റെ പൊരുത്തത്തിൽ ജീവിക്കുക, റബ്ബിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ. അത്രേ ഉള്ളൂ. കാരണം ഈ ഭൂമി ലോകത്തെ ജീവിതം താൽക്കാലികം മാത്രമാണ്. ഞാൻ സാധാരണ പറയാറുണ്ട്, ഇവിടെ നമ്മൾ കളിക്കാൻ വേണ്ടി വന്നതാണ്. കളി കഴിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് യാത്ര പോകേണ്ടവരാണ് മനുഷ്യർ. യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് ഖബർ മുതലാണ്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ ശഫീഉനാ റസൂലുള്ളാഹി. യഥാർത്ഥ ജീവിതം ഖബർ മുതലാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു അല്പകാലം ഇവിടെ ഇങ്ങനെ നമ്മൾ ജീവിക്കുന്നു. കളിക്കാൻ വന്നതുപോലെ ഇതൊരു കളിയുടെ ലോകമാണ്. ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. മുതല്, വീട്, സുഖം, സൗകര്യം, സന്തോഷം, എല്ലാ രസങ്ങളും കളിയും ഇവിടെ നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നു. ഈ കളി കഴിഞ്ഞ് കാര്യം ആരംഭിക്കുന്നത് സത്യത്തിൽ ഖബർ മുതലാണ്. അതാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്.